ദിസ് ഈസ് മി ഗ്രീഷ്മ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫേസ് സിറംസിന്റെ pH ടെസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമന്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാണ്. വിറ്റാമിൻ സിയുടെ pH ടെസ്റ്റ് ഒന്ന് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ട് ഒരു കുട്ടി വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോർമലി നമ്മുടെ സ്കിന്നിന്റെ pH ലെവൽ എന്ന് പറഞ്ഞിരിക്കുന്നത് 4.5 to 5.5 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ pH ടെസ്റ്റ് ചെയ്യാനുള്ള പേപ്പേഴ്സ് റെഡിയാണ് കേട്ടോ. ഇത് നമുക്ക് സെറംസ് ആണ്. കുറെ സെറംസ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല, വളരെ കുറച്ച് സെറംസ് മാത്രം, ഒരു 3-4 സെറംസ് മാത്രമാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഒന്ന് ഗുഡ് വൈബ്സിന്റെ വിറ്റാമിൻ സി സെറമാണ്, പിന്നെ ഒന്ന് ലാക്മേയുടെ വിറ്റാമിൻ സി സെറമാണ്, ഫേസ് സെറമാണ്. അതുപോലെ തന്നെ എംകഫിന്റെ വിറ്റാമിൻ സി 15% സെറമാണ്. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഡെർമാക്കോയുടെ ഒരു വിറ്റാമിൻ സി 10% വിറ്റാമിൻ സി സെറത്തിന്റെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഓർമ്മയില്ല കറക്റ്റ് ആയിട്ട് എത്രയാണെന്നുള്ളത്. പക്ഷെ ഇത് ഓക്കെ ആയിരുന്നു, നമുക്ക് വേണ്ടത്ര തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയാം. പിന്നെ ഒരെണ്ണം ഹൈഫന്റെ ഒരു ഗ്ലോ സെറമാണ്, കഴിയാനായി കിട്ടിയ ചാൻസിന് എടുത്തതാണ് കേട്ടോ. പിന്നെ ഇത് അണ്ടർ ഐ സെറമാണ് കേട്ടോ. എന്തായാലും സെറത്തിന്റെ ഒക്കെ നമ്മൾ എടുക്കാൻ പോവാണല്ലോ, പിന്നെ അണ്ടർ ഐ സെറത്തിന്റെയും കൂടി എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ കൊണ്ടു വെച്ചതാണ്. വാദിയുടെ ഒരു അണ്ടർ ഐ സെറമാണ് കേട്ടോ. അപ്പൊ ഇത്രയും സെറത്തിന്റെ pH ടെസ്റ്റ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളൊരു ഇൻഡിക്കേറ്റർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിതിലാണ് കളർ കാണുന്നുണ്ടല്ലോ അല്ലെ. എന്തായാലും നമുക്ക് ഫസ്റ്റ് ലാക്മേയുടെ സെറം സ്റ്റാർട്ട് ചെയ്യാം. ലാക്മേയുടെ ഈ ഒരു പാക്കാണ് ഉണ്ടായിരിക്കാം. ഇതാണ് കേട്ടോ സെറം. ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാം. ഒരു 1 ഡ്രോപ്പ് സെറം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊന്ന് പിടിച്ചു വരുന്നവരെ വെയിറ്റ് ചെയ്യാം. കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഒരു ലൈറ്റ് കളർ, ഇതിനെ അപേക്ഷിച്ച് വേറെ തന്നെ ഒരു കളർ ആയിട്ടാണ് ഇത് കാണുന്നത് കേട്ടോ. നമുക്കിപ്പം ക്ലിയർ ആവുന്നുണ്ടാവുമായിരിക്കും. ഒരു ഡിഫറെന്റ് കളർ, ഇവിടെ നിന്നിട്ട് വേറെ, അതുപോലെ തന്നെ ഇവിടെ നിങ്ങോട്ട് വേറെ, അങ്ങനെ 2 കളറായിട്ടാണ് കാണുന്നത്. നമുക്ക് നോക്കാം. ഒരു 6 ആണ് കേട്ടോ. നമ്മുടെ pH ലെവൽ വന്നിട്ട് 6 ആണ്. ഇനി അടുത്തത് ഇത് എംകഫിന്റെ ആണ് കേട്ടോ. എംകഫിന്റെ ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഫേസ് സിറം വിറ്റാമിൻ സി 15% ആണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലെ. ഗ്രീൻ ടീ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 1% ഗ്രീൻ ടീ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സെറാണ്. ഓക്കെ, ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വാട്ടർ ഫോർമുലയിലാണ്, കളർലെസ് ആണ്. ഓക്കെ, ഈ ഒരു ലെവലിലാണ് ഉണ്ടായിരിക്കുക. ഞാൻ ചെറിയൊരു ബോട്ടിലേ മേടിച്ചിട്ടുള്ളൂ. നമുക്ക് pH ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുഞ്ഞിയ ബോട്ടിലേ ഞാൻ മേടിച്ചിട്ടുള്ളൂ. നമ്മൾ പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. കളർ നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ചേഞ്ച് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായി പ്രതീക്ഷിക്കാം. എന്തായാലും 7 ആ റേഞ്ചൊന്നും ആവില്ല, എന്തായാലും 6 ആ ലെവലിലൊന്നും അല്ല. ഇതിന്റെ pH ലെവൽ എന്ന് പറയുന്നത് 5 ആണ് കേട്ടോ. 5 ആണ്. എംകഫിന്റെ pH ലെവൽ 5 ആണ് കേട്ടോ. നമുക്ക് യൂസ് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ലാക്മേയുടെ 6 ആണ്, ഒരു 0.5 കൂടുതലായിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് ഗുഡ് വൈബ്സിന്റെ വിറ്റാമിൻ സി ഫേസ് സിറം ആണ് കേട്ടോ. ബ്രൈറ്റനിങ് ഫേസ് സിറം വിറ്റാമിൻ സി എന്നാണ് കൊടുത്തിട്ടുള്ളത്, ഗുഡ് വൈബ്സിന്റെ കേട്ടോ. ആവുന്നുണ്ടോന്ന് അറിയില്ല, അത് ഫോണിന്റെ ക്യാമ ആയതുകൊണ്ട് നല്ല രീതിയിൽ ക്ലാരിറ്റി കുറവ് ഫീൽ ചെയ്യാറുണ്ട്. ഇതും ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഇതുള്ളത്. ഓക്കെ, വാട്ടർ കൺസിസ്റ്റൻസിയിലാണ് ഇതും കാണപ്പെടുന്നത് കേട്ടോ. നമുക്ക് ആദ്യം പേപ്പർ എടുക്കാം. അതിലേക്ക് 1 ഡ്രോപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഡാർക്ക് യെല്ലോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതൊന്നും 5 ആണെന്നാണ്. നല്ലൊരു
കണ്ടോ, ഡാർക്ക് യെല്ലോ ആയിട്ട് തന്നെയാണ്, 5 തന്നെയാണ് കേട്ടോ. യെസ്, 5 തന്നെയാണ് കേട്ടോ. ക്ലിയർ ആവുന്നില്ലേ? ഗുഡ് വൈബ്സിന്റെ വിറ്റമിൻ സി ഫേസ് സെറും 5 ആണ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ഡെർമാക്കോടെ ആണ്. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. pH ടെസ്റ്റിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് പ്രൊഡക്ട്സിന്റെ pH ടെസ്റ്റിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ഇതിലില്ല കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഹൈഫന്റെ ആണ്. ഹൈഫന്റെ ഗ്ലോ സെറത്തിന്റെ ആണ് ചെയ്യുന്നത് കേട്ടോ. കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം. ഇതിൽ വലിയ കാര്യമായിട്ട് കളർ ചേഞ്ച് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അത് ഒരു 5നും 6നും ഇടയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. 5.5 ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു ഹൈഫന്റെ ഗ്ലോ സെറത്തിന്റെ pH ലെവൽ കാണുന്നത്. 5നും 6നും ഇടയിലായിട്ടാണ് കേട്ടോ. 5 അല്ല 6 അല്ല, ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. കറക്റ്റ് 5 അല്ല, കറക്റ്റ് എന്താ പറയാ 6 അല്ലാത്തൊരു ലെവലിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിനിടയിലായിട്ടാണ്, കുഴപ്പമില്ല, യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് വാതിയുടെ അണ്ടർ ഐ സെറത്തിന്റെ ആണ്. നമുക്കൊരു പേപ്പർ എടുക്കാം. വാതിയുടെ അണ്ടർ ഐ സെറം കേട്ടോ. ഇത് വാറ്റി അണ്ടർ ഐ സെറം 5% കഫെയിൻ പ്ലസ് റെറ്റിനോൾ ഹൈലറോണിക് ആസിഡ്, ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു അണ്ടർ ഐ സെറം ആണിത് കേട്ടോ. ഓക്കെ, ചേഞ്ച് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കാണുന്നുണ്ടാവില്ല അല്ലേ? ചേഞ്ച് ആയിട്ട് കാണുന്നുണ്ട്. 6 ആണ് വാതിയുടെ അണ്ടർ ഐ സെറത്തിന്റെ pH ലെവൽ എന്ന് പറയുന്നത്. 6 ആണ് കേട്ടോ. കറക്റ്റ് 6 തന്നെയാണ്. 0.5 കൂടുതലാണ്. 6 ആണ്. നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു യൂസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ ആ മുന്നത്തെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. കാരണം ഇതിൽ വോയിസ് ഓവർ ഞാൻ കണ്ടിന്യൂസ്ലി ഞാൻ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അതുകൊണ്ടാണ്, എനിക്ക് വലിയ ഉറപ്പില്ല. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ എഴുതാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇത്രയും സെറത്തിന്റെ pH ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. 5 സെറത്തിന്റെ pH ടെസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. ഓക്കെ, താങ്ക് യു.